നമസ്കാരം. ഈ ടോക്ക് ഷോയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ കൃഷ്ണകുമാറാണ്. അദ്ദേഹം ഒരു കാർഡിയോ വാസ്കുലാർ സർജൻ ആണ് ആൻഡ് കണ്ണൂർ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ആൻഡ് ഇന്ന് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത് വെരിക്കോസ് വെയിനെ കുറിച്ചാണ്. ഹായ് ഡോക്ടർ. ഹലോ. എനിക്ക് ഡോക്ടറോട് ആദ്യം ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ്. യു ആർ എ കാർഡിയോ വാസ്കുലർ സർജൻ. പക്ഷേ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെരിക്കോസ് വെയിനെ കുറിച്ചാണ്. എത്രത്തോളം കോമൺ ആണോ അത്രത്തോളം പ്രോബ്ലം ആണോ വെരിക്കോസ് വെയിൻ? Exactly. That's the reason I'm here. But varicose vein is very common. അപ്പോൾ റഫ്ലി ഒരു 50% ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് വെരിക്കോസ് വെയിൻ. ഇപ്പോൾ നമ്മൾ ഈ ഷൂട്ടിൽ ഒരു 8 പേരുണ്ട്, അറ്റ്ലീസ്റ്റ് 4 പേർക്ക് ഉണ്ടാവും. മൈ ഗോഡ്. യു ക്യാൻ ചെക്ക്, ആക്ച്വലി യു ക്യാൻ വെരിഫൈ. ഇറ്റ്സ് സോ കോമൺ. ആക്ച്വലി ഫീമെയിൽസ് കൂടുതലാണ് കമ്പയർഡ് ടു മെയിൽസ്. ആൻഡ് ഫീമെയിൽസ് എസ്പെഷ്യലി പ്രഗ്നൻസി ടൈമിലൊക്കെ കൂടും. പിന്നെ ദോസ് പീപ്പിൾ അപ്പോൾ ഇൻഡസ്ട്രി സ്പെസിഫിക് ആണ്. ഇപ്പോൾ പ്രൊലോങ്ഡ് സ്റ്റാൻഡിംഗ് ഉള്ള ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ, ഇപ്പോൾ ടീച്ചേഴ്സ്, സർവീസ് ഇൻഡസ്ട്രി, റെസ്റ്റോറൻറ്റ്, അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ്, ഒരു 50% ഓഫ് പേഷ്യൻ പ്രൊഫൈൽ യൂഷ്വലി ടീച്ചേഴ്സും ഈ സർവീസ് ഇൻഡസ്ട്രിയിൽ നിന്നാണ്. ആൻഡ് ദെൻ യു ക്യാൻ സേ എക്സസ് വെയിറ്റ്, ഫാമിലിയൽ റീസൺസ്, ബട്ട് വാട്ട് എവർ റീസൺ ഇറ്റ് വാസ്, ഒരു 50% of the population in general has varicose veins in small or big large degrees. That's there. ഇത് ഏത് പ്രായത്തിലാണ് ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ വരാനുള്ള ചാൻസസ്? യൂഷ്വലി ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ പ്രൊലോങ്ഡ് സ്റ്റാൻഡിങ്. നമ്മുടെ ഇറക്റ്റ് പോസ്ചർ ആണ് ബേസിക്കലി വെരിക്കോസ് വെയിനിന്റെ കാരണം. അപ്പോൾ ആസ് ഏജ് അഡ്വാൻസസ്, സോ യൂഷ്വലി മീൻസ് മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് അബവ് 40 ആണ് റഫ്ലി. So they say like by the age of 60, like 70% of the females will have varicose veins, something like that. Other statistics ആണ് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, ഇതപ്പോൾ പ്രിവെന്റ് ചെയ്യാൻ ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ അയാൾക്ക് പ്രിവെന്റ് ചെയ്യാം. യെസ്, ദാറ്റ്സ് ദ ക്യാച്ച്. ആക്ച്വലി ഇപ്പം എനിക്ക് ഒ പിയിലെ പേഷ്യൻസ് വരുന്നുണ്ട്. 50% ഓഫ് മൈ പേഷ്യൻ ദേ കം വിത്ത് അൾസർ. അൾസർ പറഞ്ഞാൽ ഏറ്റവും അഡ്വാൻസ് സ്റ്റേജ് ആണ് വെരിക്കോസ് വെയിൻ്റെ. അപ്പോൾ ഇറ്റ്സ് വെരിക്കോസ് വെയിൻ ഇൻ സംതിങ് ലൈക്ക് ഏറ്റവും ഏർലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പേഷ്യൻ തന്നെ കണ്ടാൽ മനസ്സിലാവും വെരിക്കോസ് വെയിൻ ഉണ്ട്. ആൻഡ് വി ഹാവ് സോ നൈസ് ട്രീറ്റ്മെന്റ് നൗ ഡേയ്സ്, വെരി ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ്. അതായിട്ടും നമുക്ക് മാക്സിമം പേഷ്യൻസ് വരുന്നത് അൾസർ ആയിട്ടാണ്, അഡ്വാൻസ് സ്റ്റേജിലാണ്. സോ ദാറ്റ്സ് എ ട്രാജഡി. യു ക്യാൻ സേ ഇറ്റ്സ് എ ട്രാജഡി, എസ്പെഷ്യലി ഇൻ കേരള. ലൈക്ക് യു നോ, ബീങ് ഹിയർ, ഇത്ര ഡോക്ടേഴ്സ് ഉണ്ട്, ഇത്ര ഹോസ്പിറ്റൽസ് ഉണ്ട്, ദ ട്രീറ്റ്മെന്റ് ഇസ് സോ ഈസിലി, പെട്ടെന്ന് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞിട്ടും നമുക്ക് ഈ സിറ്റുവേഷൻ, ദാറ്റ്സ്, അതായത് തുടക്കത്തിൽ ഇതൊരു പെയിൻ പോയിന്റ് അല്ല എന്നുള്ളത് കൊണ്ടായിരിക്കും ആൾക്കാർ തുടക്കത്തിൽ ഇത് അഡ്രസ് ചെയ്യാത്തതും ഡോക്ടറുടെ അടുത്തേക്ക് പോവാത്തതും. പ്രോബ്ലി യെസ്, അത് പറയാം. ഹൗ വാരിക്കോസ് വെയിൻ പറഞ്ഞാൽ, വാരിക്കോസ് വെയിൻ ഇപ്പം നമ്മൾ കാലിലുള്ള നർവ് ചുളിച്ച് പറയുന്നത് വാരിക്കോസ് വെയിൻ ആണ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ്, നമ്മുടെ വെയിൻസിനകത്ത് വാൽവ്സ് ഉണ്ടാവും. ആ വാൽവ് ചില പേർക്ക് ഡാമേജ് ആയിട്ടുണ്ടാവും. ആ ഡാമേജ് വാൽവ് കാരണം ബ്ലഡ് നോർമലി കാലിൽ നിന്ന് ഹാർട്ടിലേക്ക് തിരിച്ചു പോകണം, അത് പോകാൻ പറ്റുന്നില്ല. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് പൂളിങ്, കാലിൽ അങ്ങനെ കളക്ട് ആകാൻ തുടങ്ങും. പിന്നെ അത് വെയിൻ ഡയലേറ്റ് ആവും. അത് സ്റ്റാർട്ടിങ് സ്റ്റേജസിലെ വെയിൻ ഡയലേറ്റ് ആകുമ്പോൾ ഇത് ജസ്റ്റ് എ കോസ്മെറ്റിക് ഇഷ്യൂ ആണ്. അപ്പോൾ ആൾക്കാർ അത്ര അതിന് ശ്രദ്ധ കൊടുക്കില്ല. വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് സ്റ്റേജസ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫോളോയിങ് സ്റ്റേജസ്, ഫസ്റ്റ് ഇനിഷ്യലി കുറച്ച് പെയിൻ വരാൻ തുടങ്ങും, കുറച്ച് നടക്കുമ്പോൾ വേദന ഉണ്ടാവും, പിന്നെ ചിലർക്ക് നീര് വരാൻ തുടങ്ങും. ദെൻ ദ റിയൽ പ്രോബ്ലം വിച്ച് ഇഷ്യൂസ് സ്റ്റാർട്ട് ലൈക്ക് കളർ ചേഞ്ച് ഓഫ് ദ സ്കിൻ, ബ്ലാക്ക് ആകാൻ തുടങ്ങും. അറൗണ്ട് ആങ്കിൾ ജോയിൻറ്റോടെ സ്കിൻ ബ്ലാക്ക് ആകും. ആൻഡ് ദെൻ അൾസർ ആൻഡ് ഓൾ ദോസ് സ്റ്റേജസ് കം. സോ ആക്ച്വലി നമ്മൾ ആസ് ഏർലി ആസ് പോസിബിൾ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഈ ഏർലി സ്റ്റേജിലുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കേഷനിലൂടെയുള്ള ട്രീറ്റ്മെന്റ് ആണ് വെരിക്കോസ് വെയിനിന്? ഇല്ല, ആക്ച്വലി ടാബ്ലറ്റ്സ് ആയിട്ട് വാട്ട് ഐ ഹാവ് സീൻ ഇൻ മൈ പ്രാക്ടീസ് അത്ര ഡിഫറൻസ് ഇല്ല. ആക്ച്വലി ഇപ്പോൾ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും സോ മെനി ടാബ്ലറ്റ്സ് ആർ അവൈലബിൾ ആൻഡ് സോ മെനി ക്രീംസ് ആർ അവൈലബിൾ. ബട്ട് മൈ പ്രാക്ടീസ് ഐ ഹാവ് സീൻ ദേ ആർ നോട്ട് ആസ് ഇഫക്റ്റീവ് ആസ് പോസിബിൾ. ആൻഡ് അവിടെയാണ് ക്യാച്ച് വരുന്നത്. മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് ദേ ഗോ ഫോർ ദീസ് ടാബ്ലറ്റ്സ് ആൻഡ് മെനി ടൈംസ് ആസ് ഐ ടോൾഡ് നോ ദേ ആർ കമ്മിങ് ലേറ്റ്. ഇറ്റ്സ് നോട്ട് ദ റീസൺ അവർ ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ല, അതിനർത്ഥം അതല്ല പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഇല്ല. അതാണ്. ഓക്കെ, അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു വെരിക്കോസ് വെയിൻ വേണമെങ്കിൽ ഒരാൾക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റും? യെസ്, ദാറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ മെഷേഴ്സ് നമുക്ക് 2 മെഷേഴ്സ് ആയിട്ട് എടുക്കാം. ഒന്ന് വി ക്യാൻ സേ ജനറൽ മെഷേഴ്സ് ആൻഡ് സ്പെസിഫിക് മെഷേഴ്സ്. മീൻ ജനറൽ പറഞ്ഞാൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അത് എനി ഡിസീസ് പ്രിവെൻഷനുള്ള ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ആൻഡ് എക്സസൈസ്, എസ്പെഷ്യലി കാഫ് മസിൽ എക്സസൈസസ് ആർ വെരി ഗുഡ് ഫോർ വെരിക്കോസ് വെയിൻ. ആൻഡ് ഹെൽത്ത് ഫുഡ്, നമ്മുടെ ഡയറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദെൻ ലൈക്ക് ഇപ്പോൾ സോഡിയം കണ്ടെയ്നിങ് ഫുഡ്സ് ഉണ്ട്, നമ്മൾ പ്രോസസ്ഡ് ഫുഡൊക്കെ കുറയ്ക്കാം, ഷുഗേഴ്സ് കുറയ്ക്കാം. സ്മോക്കിംഗ് ഇറ്റ്സ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് they say it is responsible. നമുക്ക് ഡെഫിനറ്റ് കൺക്ലൂഷൻ ഇല്ല, ഡെഫിനറ്റ്ലി നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല that smoking causes it, but one of the factors considered.
അപ്പോൾ these are the general precautions we can take. Specific measures, two important thing which helps early stages. One thing is limb elevation. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ കാൽ കുറച്ച് പൊക്കി വെക്കാം. ഓക്കെ, ആ എക്സസൈസ് അത് ആക്ച്വലി അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉള്ള ആളാണെങ്കിൽ, അല്ലാതെ യൂഷ്വലി നമ്മൾ ഒരാൾ ചെയ്യേണ്ടത് യൂഷ്വൽ അല്ല. മീൻ സപ്പോസ് യു ഹാവ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് വെരിക്കോസ് വെയിൻസ്, നമുക്ക് വി ക്യാൻ മേക്ക് ഔട്ട് വെയിൻസ് ആർ ഡയലേറ്റഡ്. അപ്പോൾ രാത്രി കുറച്ച് പൊക്കി വെക്കാം. ആൻഡ് സ്റ്റോക്കിങ്സ് help a lot. ആക്ച്വലി എന്താണ് സ്റ്റോക്കിങ്സ്, അതിന്റെ യൂസേജ് എന്താണ്, എങ്ങനെയാണ്? സ്റ്റോക്കിങ്സ് ഇസ് ആക്ച്വലി ഇറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആക്ച്വലി. ആൾക്കാർക്ക് ഒരു ജനറൽ ഒരു ബിലീഫ് പറഞ്ഞാൽ അത് സോക്സ് ആണ്. ആൻഡ് ഞാൻ മിക്കവാറും പേഷ്യൻസ് കണ്ടത് അവർ ഓൺലൈൻ ഓർഡർ ചെയ്യും, ഇല്ലാട്ടി ഏதாவது റിലേറ്റീവ് ചിലപ്പോൾ ഗൾഫിൽ നിന്ന് വരുന്നത് കൊണ്ടുവരും ആൻഡ് അങ്ങനെ ഗിഫ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള സോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് സ്റ്റോക്കിങ്സ് നോർമൽ സോക്സ് അല്ല. സ്റ്റോക്കിങ്സ് കുറേ ടൈപ്സ് ഉണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ലെങ്ത്. മീൻസ് നമ്മൾ കാലിൽ ഏത് ലെങ്ത് വരെ യൂസ് ചെയ്യുന്നതിന്, ബിലോ നീ ആണോ അബവ് നീ ആണോ, ദ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് ദ പ്രഷർ ഇറ്റ് ഗിവ്സ് ഓൺ ദ ലെഗ്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് ക്ലാസ്സസ് ഉണ്ട്, 1, 2, 3, 4 അങ്ങനെ. അപ്പോൾ വാട്ട് വി ആർ ലുക്കിംഗ് ഇൻ വാരിക്കോസ് വെയിൻ ഇസ് ക്ലാസ് 2. മീൻസ് ആ ഡിഫറെൻറ്റ് പ്രഷർ വേണം. പിന്നെ ദീസ് സ്റ്റോക്കിങ്സ് ആർ സ്പെസിഫിക്കലി മെയ്ഡ്, അതെന്താ ഗ്രാജുവേറ്റഡ് പ്രഷർ എന്ന് പറയും. ആങ്കിൾ ജോയിന്റ് അവിടെ മാക്സിമം പ്രഷറും ആസ് ഇറ്റ് കംസ് അപ്പ് ആ പ്രഷർ പതുക്കെ പതുക്കെ കുറയും. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ആൾക്കാർ യൂഷ്വലി ഗോ ഫോർ ദ റോങ്, ആസ് ഐ ടോൾഡ് യു, ദ ഇംപ്രോപ്പർ ട്രീറ്റ്മെന്റ് ടാബ്ലറ്റ്സ് പോലെ they go for the wrong socks. They are using socks or stockings. They are thinking they are using stockings, but actually it's socks. Okay. And one more catch happens is they go for the wrong size. As you told, gift ചെയ്യും ആൾക്കാർ. അതെ അതെ. അപ്പോൾ ഒരു ഗിഫ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം, either it is loose or it is tight. And biggest എൻ്റെ പ്രാക്ടീസ് നോക്കിയത് സ്റ്റോക്കിങ്സിൽ കോംപ്ലയൻസ് ഇല്ല. കോംപ്ലയൻസ് പറഞ്ഞാൽ പേഷ്യൻ്റ് ആദ്യത്തെ 1 or 2 weeks ഇട്ടു, പിന്നെ സാധാരണ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യും. അത് റീസൺ അത് റോങ് സൈസ് ആണ്, either it is too tight and നമ്മുടെ ഹോട്ട് വെതർ, so they are not able to tolerate it. So the most important thing is go for the right size. അത് നോർമൽ ഗുഡ് മെഡിക്കൽ ഷോപ്സിൽ ദേ ജസ്റ്റ് മെഷർ ദ കാഫ് സൈസ്, അതൊക്കെ നോക്കിയിട്ടാണ് അത് സാധാരണ മെഷർ ചെയ്യുന്നത്. ആൻഡ് ഗോ ഫോർ ദ ഗുഡ് മെറ്റീരിയൽ. ഇപ്പോൾ ചിലവർക്ക് നൈലോൺ സൂട്ട് ആകുന്നില്ല, ആൻഡ് അപ്പോൾ കോട്ടൺസ് ആർ അവൈലബിൾ. ദ സൈസസ് വിച്ച് യു ചൂസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഇഫ് യു ചൂസ് ദ കറക്റ്റ് സൈസ് ആൻഡ് ഓൾ, സ്റ്റോക്കിങ്സ് ദേ ആർ എ വണ്ടർഫുൾ ടൂൾ ഫോർ മാനേജിങ് വെരിക്കോസ് വെയിൻസ്. അപ്പോൾ ഈ വെരിക്കോസ് വെയിനുള്ള ആൾക്കാർ സ്റ്റോക്കിങ്സ് രാത്രി ഉറങ്ങുമ്പോൾ ധരിക്കുക എന്നുള്ളതാണ്, എങ്ങനെയാണ് അതിൻ്റെ? അല്ല, അതിലുമുണ്ട്. It is that is the next point. People get confused. Some people, എൻ്റെ കുറേ പേഷ്യൻ്റ് വരും ഓപ്പോസിറ്റ് ആയിരിക്കും, രാത്രി അവർ ഇട്ട് കിടന്ന് ഉറങ്ങുന്നത്, രാവിലെ യൂസ് ചെയ്യുന്നില്ല. സോ ആക്ച്വലി ഇറ്റ് ഹാസ് ടു ബി വോൺ ഇൻ ദ മോർണിംഗ് ടൈം. റഫ്ലി 8 hours a day ആണ് നമ്മുടെ കോൺസെപ്റ്റ്, എസ്പെഷ്യലി ദ വർക്കിംഗ് hours. ഇപ്പോൾ ടീച്ചർ ഇല്ലാടി റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, when you're going for work, you wear stockings and come early stages. And if you have, of course, severe disease, you come to me and then I will tell you exactly when to wear it. രാത്രി ആവശ്യമില്ല. രാത്രി എന്തായാലും നമ്മൾ കാൽ പൊക്കി കിടക്കുന്നുണ്ടല്ലോ, limb elevation we are doing. At that time we don't require. നമ്മുടെ ബേസിക് അതിലെ ഫണ്ടമെന്റൽസ് ആ പ്രഷർ, വീനസ് പ്രഷർ അവിടെ കാലിൽ കുറവാക്കണം. അപ്പോൾ നൈറ്റിൽ വി ആർ റേസിങ് അവർ ലെഗ്സ്, ദ വെയിനിലെ ബ്ലഡ് ഒക്കെ കാലിയാകുന്നുണ്ട്, അല്ലെങ്കിൽ എംറ്റി ആകുന്നുണ്ട്. സോ ദ പ്രഷർ ഇസ് ഓൾറെഡി ഡൗൺ. Daytime we use stockings because daytime we cannot keep our limbs കാലും മുകളിൽ. ഓക്കെ ഡോക്ടർ, ഒരു ഡൗട്ട്. ഇപ്പൊ ഈ കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്നവർക്കാണ് വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞു. അപ്പൊ അത് മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് മേ ബി കുറച്ച് സമയം നിൽക്കുമ്പോൾ ബ്രേക്ക് എടുക്കുക പോലുള്ള കാര്യങ്ങൾ, അതെങ്ങനെയാണ്, എന്താണ് അതിന് അഡ്വൈസ് ചെയ്യാം? See, stockings, one thing that compulsory is there. Prolonged സ്റ്റാൻഡിങ് ഓർ സിറ്റിംഗ് ഇൻ ദ സെയിം പോസ്ചർ. അപ്പോൾ ഒരേപോലെ കുറേ സമയം ഒരേപോലെ ഇരിക്കുന്നോ അതെന്തായാലും അവോയ്ഡ് ചെയ്യണം. ഇരിക്കുമ്പോഴും അതൊരു പ്രോബ്ലം ആണ്. യു ഹാവ് ടു കീപ് യുവർ ലെഗ് മൂവ് ഇൻ ബിറ്റ്വീൻ. ആ കാഫ് മസിലിന് ഒരു മൂവ്മെന്റ് എപ്പോഴും കൊടുക്കണം. സോ ദാറ്റ് ഹെൽപ്സ്. ഡോക്ടർ, അപ്പോൾ നമുക്ക് ഈ വെരിക്കോസ് വെയിനിന് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, സോ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. അതിൽ കുറച്ച് ട്രിവിയ ഉണ്ട്. ഇപ്പോൾ ലോക്കലി ഐ ഹവ് സീൻ എൻ്റെ കുറേ പേഷ്യൻസ് വരുന്നു, they go for this leech treatment. Have you heard of it? Yes. Appo that's one treatment you should never go for. Appo ippolum aalkarku kore aalkarku the only treatment they think is avadunnu blood kutti edukkanam, that leech treatment cheyanam. No, don't go for those treatments. It's adu physiological valla and it's not evidence based. And
over the years, ഇപ്പോൾ നമ്മൾ വെരിക്കോസ് വെയിൻ ട്രീറ്റ്മെന്റ് തന്നെ ഹാസ് ഇവോൾവ് ആക്ച്വലി. അപ്പോൾ ഏർലിയർ ഡേയ്സ് ഓപ്പൺ സർജിക്കൽ ആയിരുന്നു. നമ്മൾ വെയിൻ കട്ട് ചെയ്ത് സ്ട്രിപ്പിംഗ് ചെയ്യും, മീൻസ് വി പുൾ ഔട്ട് ദ വെയിൻ, വെയിൻ അങ്ങനെ വലിച്ചെടുക്കുന്നതായിരുന്നു. ദെൻ ഫോർ എ ലോങ് ടൈം സ്ക്ലിറോതെറപ്പി, ഇഞ്ചെക്ഷൻ ട്രീറ്റ്മെന്റ് ആയിരുന്നു. സോ വി ഹാവ് എൻ ഇഞ്ചെക്ഷൻ, അത് ഇഞ്ചെക്ഷൻ ഇട്ടിട്ട് വി യൂസ് ടു ഡു ദ ട്രീറ്റ്മെന്റ്. ആൻഡ് ദെൻ as the treatment evolved, we went to laser and radio frequency ablations. Means the heat use ചെയ്തിട്ടാണ് ablation methods ഉണ്ടായിരുന്നു. And now for the last say 5 or 7 years we have been using the venaseal method. Venaseal is basically ablation ആണ്, but it's a non heat, without heat method ആണ്. ഓക്കെ. ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന വെരിക്കോസ് വെയിനിന് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെന്റുകളിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്താണ്? No doubt venaseal. ഇപ്പോൾ വെനസീൽ ഇസ് ബിക്കം സോ പോപ്പുലർ ദാറ്റ് പേഷ്യൻസ് തന്നെ വന്ന് ചോദിക്കുന്നത് വെനസീലിന് വേണ്ടിയാണ്. സോ ദേ കം ഫോർ വെനസീൽ ഓൺലി. ആൻഡ് ബേസിക്കലി വെനസീൽ ഇസ് എ സൂപ്പർ ഗ്ലൂ. സൈനോ അക്രിലേറ്റ് പറഞ്ഞ സംഭവമാണ്. ഇറ്റ്സ് എ സൂപ്പർ ഗ്ലൂ. സോ ബേസിക്കലി ഗ്ലൂ പറഞ്ഞാൽ എഡസീവ് ഗംനോ. അപ്പം ദ വണ്ടർഫുൾ തിങ് അബൌട്ട് ഇറ്റ് ഇസ് എ ഡേ കെയർ പ്രൊസീജിയർ. ഓക്കെ, ആദ്യമായി ആൾക്കാർ വിചാരിക്കും വെരിക്കോസ് വെയിൻ സർജറി പറഞ്ഞാൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ്, അങ്ങനെ ഒന്നുമല്ല. ഇറ്റ്സ് എ ഡേ കെയർ പ്രൊസീജിയർ. അതായത് ഒരാൾക്ക് വന്ന് അന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാൻ, ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് by 6 hours you are back home. Like procedure കഴിഞ്ഞിട്ട് within 4 to 6 hours you are back home. No pain, because we are just using one injection. Because നമ്മൾ യൂഷ്വലി വെയിനിൽ ജസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ, we put an injection, അതൊരു കത്തീറ്റർ ഇടും, ഈ ഗ്ലൂ ഇടും, and the procedure is done. Anesthesia ഇല്ല, ജസ്റ്റ് ആ ഇഞ്ചക്ഷൻ ഇടുന്ന സ്ഥലത്തിന് മാത്രം ഒരു ലോക്കൽ അനസ്തീസിയ. That's it. It has got wonderful results. More than 98% efficacy results ആണ് അതിന്, and no side effects. So any day for me, venaseal is the preferred treatment. Okay. അത് ഏത് പ്രായത്തിലുള്ളവർക്കും പിന്നെ ഏത് സ്റ്റേജിലുള്ളവർക്കും വെനാസീൽ applicable ആണോ? See, venaseal what happens is initial stages venaseal is the only treatment, it may be the only treatment required. But as the case advances, if our patient profile and such, apart from venaseal you may require other procedures as well. Depending on the severity of the case. If initial stages sometimes venaseal is the only treatment required. And sometimes we may have to combine. If നമുക്ക് അതിൽ ഇഞ്ചക്ഷൻ ട്രീറ്റ്മെന്റ്, സ്ക്ലെറോതെറപ്പി പറഞ്ഞില്ലേ, ചിലപ്പോൾ അത് ആഡ് ചെയ്യാൻ ആവശ്യം വരാം. ചിലപ്പോൾ നമ്മൾ ഫ്ലിബക്ടമി പറയും, അത് ചിലപ്പോൾ ചെയ്യുന്ന ആവശ്യം വരാം. സോ ഡിപ്പെൻഡിങ് ഓൺ ദ സിവിയറിറ്റി ഓഫ് ദ കേസ്, ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ പേഷ്യന്റ് പ്രൊഫൈൽ അനുസരിച്ച് നമ്മൾ അത് മാറ്റും. ഈ വെനാസീലിനെ കുറിച്ച് ഇപ്പം ഞാൻ ചോദിക്കാത്തതായിട്ട് ഡോക്ടർക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ ഓഡിയൻസ് അറിയേണ്ടതായിട്ട് പറയാൻ തോന്നുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വെരിക്കോസ് വെയിൻ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. ആക്ച്വലി ഈസ് വൺ ഓഫ് ദ ഏറ്റവും ജാസ്തി കോമൺ ഉള്ള ഡിസീസാണ് ആൻഡ് മോസ്റ്റ് നെഗ്ലക്റ്റഡ് ആണ്. ആൾക്കാർക്ക് വെരിക്കോസ് വെയിനില്ല, കുഴപ്പമില്ല. അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജസിൽ തന്നെ നെഗ്ലക്ട് ചെയ്താലാണ് അത് ലേറ്റർ ഓൺ, ഞാൻ പറഞ്ഞില്ല, ഇപ്പം എൻ്റെ പേഷ്യൻസ് മോർ ദൻ 50% അൾസർ ആയിട്ട് വരുന്നത്. യു ആക്ച്വലി ബീറ്റ് ദോസ് പേഷ്യൻസ്. അവരെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഇസ് അറ്റ് ദാറ്റ് സ്റ്റേജ്. അത് പെയിൻഫുൾ ആണോ? എന്താണ് അതിന്റെ സിംപ്റ്റംസ്? വെരി പെയിൻഫുൾ ആക്ച്വലി, വെരി പെയിൻഫുൾ. ആൻഡ് ഇപ്പോൾ ഒരു അൾസറൊക്കെ വന്നാൽ ചിലപ്പം ഹീലാകാൻ ഇറ്റ് ടേക്സ് മന്ത്സ്, 5 months, 6 months. അപ്പോൾ വിത്ത് അൾസർ you cannot wear shoes, you cannot wear slippers, daily dressings, and the pain, it's a burden to the society, burden to the individual. അതാണ്. ശരി, ഇനി ഒന്ന് കൂടി ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ. പൊതുവേ കൂടുതൽ സമയം നിൽക്കുന്നവർക്കും ഒരേ പൊസിഷനിൽ ഇരിക്കുന്നവർക്കൊക്കെയാണ് ഈ വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലാത്തവർക്കും ഏതെങ്കിലും കേസസിൽ വെരിക്കോസ് വെയിൻ വരാനുള്ള ചാൻസസ് ഉണ്ടോ? See, varicose vein, irrespective of your job, can happen to you. So only thing is, prolonged standing ഉള്ള ഇൻഡിവിജ്വൽസിന് ഈ റിസ്ക് കൂടുതലാണ്. So propensity, ഇപ്പം varicose vein, I told no, 50% of the people will have varicose vein. So ഇപ്പം നമ്മൾ ആ ജോബ് ഇല്ലെങ്കിലും നമുക്ക് varicose vein വരാം. Only thing is, ആ ജോലി ചെയ്യുന്ന ആൾക്കാർ പ്രൊലോങ്, ഇപ്പോൾ ടീച്ചേഴ്സ്, റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി, ട്രാഫിക് പോലീസ്, അങ്ങനെ ആൾക്കാർക്ക് ഒരേപോലെ നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ചാൻസസ് കൂടുതലാണ്. ഡെഫിനറ്റ്ലി നമ്മൾ നോർമൽ വേടെ കൂടുതൽ ചാൻസസ് ഡെഫിനറ്റ്ലി അവർക്ക് ഉണ്ടാവും. അതല്ലാതെ ഈ ഡയറ്റ് പോലുള്ള കാര്യങ്ങളിൽ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സിൽ നിന്നൊക്കെയും മേ ബി ഇതിനെ അങ്ങനെയാണോ? അല്ല വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ ഇത് വരാൻ? പ്രത്യേകിച്ച് നമുക്ക് ഇതുവരെ കണ്ടെത്തിയത് വെച്ചിട്ട്. See, some say there are genetic reasons as well. ബട്ട് അത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്
ആർക്ക് വരും ആർക്ക് വരില്ല അങ്ങനെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഉം. ബട്ട് ഓഫ് കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തോന്നുന്നുണ്ട് ഓക്കെ വെരിക്കോസ് വെയിൻ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ടേക്ക് പ്രിക്കോഷൻസ്. ഓക്കെ, ദാറ്റ്സ് ദ ഓൺലി തിങ് ടു ഗോ. താങ്ക് യു സോ മച്ച് ഡോക്ടർ. വളരെ Thank you. നീറ്റ് ആയിട്ട് ഡോക്ടർ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ വെരിക്കോസ് വെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംശയങ്ങളാണ് ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.